ഹലോ ഫ്രണ്ട്സ്, ഇറ്റ്സ് മീ സനിത. എൻ്റെ ചാനലിലോട്ട് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് ഒരു മാതാവിനെ നമ്മൾ ഒരു ക്ലോക്കിനകത്തിട്ട് ആക്കാൻ പോവുകയാണ്. അപ്പോൾ ഇതൊരു പഴയ ക്ലോക്കാണ്. ആ ക്ലോക്കിൽ ഞാനൊരു ചെറിയ വർക്കിന് വേണ്ടി പെയിൻ്റൊക്കെ അടിച്ചതായിരുന്നു. അപ്പോൾ അതിൻ്റെ മുകളിൽ കൂടെ നമ്മളൊരു കാപ്പിപ്പൊടി കളറിലെ ആക്രിലിക് കളറ് അടിച്ചു കൊടുക്കുകയാണ്. അപ്പം ഞാനൊരു പുതിയ മാതാവിൻ്റെ ചെറിയൊരു പ്രതിമ ചെറുത് അതൊന്ന് മേടിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ ക്ലോക്കിനുള്ളിൽ അതൊന്ന് നല്ല ഭംഗിയായിട്ടൊന്ന് ചെയ്തെടുക്കാം. ഈ ക്ലോക്ക് ഫുള്ളൊന്ന് കാപ്പിപ്പൊടി കളറിൽ നമ്മൾ ആക്രിലിക് കളർ ഉപയോഗിച്ച് നല്ല വൃത്തിയായിട്ടൊന്ന് അടിച്ചെടുക്കേണ്ടതുണ്ട്. അപ്പോൾ അത് ചെയ്യാം. ഇതുപോലെ പഴയ ക്ലോക്കൊക്കെ കിട്ടുമ്പോൾ നിങ്ങൾ കളയരുത്. നമുക്കത് ഒരുപാട് നല്ല നല്ല ക്രാഫ്റ്റുകളൊക്കെ ചെയ്യാൻ പറ്റും ക്ലോക്ക് കൊണ്ട്. ക്ലോക്കൊന്നും ഒരു വേസ്റ്റൊന്നുമല്ല. അതെല്ലാം നമുക്ക് ഒന്നില്ലെങ്കിൽ മറ്റൊരു ഉപയോഗം അതുകൊണ്ടുണ്ടാവും തീർച്ചയായിട്ടും. അപ്പോൾ പഴയ ക്ലോക്കുകളൊക്കെ നിങ്ങൾ മാറ്റി വെച്ചേക്കുക. ഇപ്പം കുറച്ച് റെഡ് കളറ്, കുറച്ച് നീല കളറ്, അങ്ങനെ രണ്ടും കൂടെ കൂടിയാണ് ഞാനിതൊരു ചെറിയൊരു കാപ്പിപ്പൊടി ഷെയ്ഡിലാണ് നമ്മളിത് അടിച്ചിരിക്കുന്നത്. അപ്പോൾ ഓൾറെഡി അതിൽ നമ്മൾ ഫുൾ അടിച്ചിട്ടുണ്ട്. ഇനി അതിനകത്ത് കുറച്ച് സ്കൈയുടെ കളർ നമ്മൾ അടിച്ചിട്ടുണ്ട്. വെള്ളയും നീലയും കൂടെ മിക്സ് ചെയ്തിട്ട് നമ്മളൊന്ന് അടിച്ചിട്ടുണ്ട്. ഇപ്പോൾ സ്കൈയുടെ ഷേപ്പിൽ വരച്ചെടുത്തു. ഇനി എൻ്റെ കയ്യിൽ കുറച്ച് പ്ലാസ്റ്റിക്കിൻ്റെ പൂക്കളും കായ്കളൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ കുറച്ച് ചെറിയ പൂവിൻ്റെ ഇലയുടെ ഒക്കെ തണ്ടുകളുണ്ട്. അത് ഞാൻ ഒട്ടിച്ച് കൊടുക്കുകയാണ്. ഇപ്പോൾ ഇവിടെ ഇരുന്നൊരു ഫ്ലവർ വേസിൽ നിന്നും എടുത്തിട്ടുള്ളതാണ് അതൊക്കെ. ഇപ്പോൾ പഴയതാണ്. അപ്പോൾ അത് ഞാൻ ഇതുപോലെ ഒന്ന് ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട്. ഈ ഒട്ടിച്ച ഇലയിലൊക്കെ നമുക്കൊന്നുകൂടി ഒന്ന് ഗ്രീൻ കളർ നന്നായിട്ടൊന്ന് അടിച്ച് കൊടുക്കാം. ഗ്രീൻ ആൻറ്റിക് കളർ ആ ലീഫിലൊക്കെ പ്ലാസ്റ്റിക്കിൻ്റെ പൂക്കളാണ്. അപ്പോൾ അതൊന്ന് അടിച്ച് കൊടുക്കാം. പിന്നെ അതിൻ്റെ വെളിയിൽ ഭാഗത്തൊക്കെ കുറച്ച് ഇലകൾ കൂടുതൽ നമുക്ക് വരച്ച് കൊടുക്കാം. അപ്പോൾ ഒന്നുകൂടെ ഒരു നല്ല ഭംഗി തോന്നും. ഇപ്പോൾ പ്ലാസ്റ്റിക്കിൻ്റെ ഫ്ലവേഴ്സൊക്കെ ആയതുകൊണ്ട് തന്നെ നമുക്ക് കളർ കുറച്ച് മങ്ങലുണ്ട് അപ്പോൾ അതിലൊന്ന് കളറൊക്കെ കൊടുത്ത് ഒന്നുകൂടെ ഒന്ന് ഉഷാറാക്കണം. ഇപ്പോൾ ഈ കാപ്പിപ്പൊടിക്ക് പകരം നിങ്ങൾക്ക് ഇഷ്ടമുള്ള വേറെ ഏതെങ്കിലും കടുത്ത കളറൊക്കെ ഉപയോഗിക്കാം. ഗ്രീൻ തന്നെയാണെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഇപ്പം എൻ്റെ ചാനലൊക്കെ കയറി കാണാത്ത കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ദയവായിട്ട് നിങ്ങൾ കയറി എല്ലാം ഒന്ന് കണ്ടിട്ട് സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്നതാണെങ്കിൽ, നിങ്ങൾക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ ഓൾ ബട്ടൺ തന്നെ ഒന്ന് എനേബിൾ ചെയ്തിടണം. അപ്പോൾ ഞാനിടുന്ന വീഡിയോസൊക്കെ കറക്റ്റായിട്ട് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ നമ്മളിത് ഫുള്ളൊന്ന് വരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ റൗണ്ട് കാണുന്ന ഭാഗത്തൊക്കെ നന്നായിട്ട് ഗ്രീൻ കളർ അടിച്ച് കൊടുക്കണം. ആ തണ്ടയിലും നമ്മൾ അല്ലാതെ വരച്ചിട്ടുള്ളതിലുമൊക്കെ ഒന്ന് ഇച്ചിരി യെല്ലോ കളറൊക്കെ നമ്മൾ ഇലയിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഒന്നുകൂടെ നല്ല ഭംഗിയായിട്ടുണ്ട്. അകത്ത് സ്കൈയുടെ കളറ് നീലയും വൈറ്റും കൂടെ ഒന്ന് മിക്സ് ചെയ്ത് നമ്മൾ അടിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ആ ഫ്ലവേഴ്സിനെല്ലാം ഒരു യെല്ലോ കളർ കൊടുക്കുകയാണ്. ഇത് നിങ്ങൾക്ക് പേപ്പർ കൊണ്ട് തന്നെ ഉണ്ടാക്കി വെക്കാം, കുഴപ്പമൊന്നുമില്ല. ഇലകളൊക്കെ പേപ്പർ വെട്ടി ചെയ്താലും നല്ല ഭംഗിയായിരിക്കും. അപ്പോൾ ഞാനിവിടെ യെല്ലോ കളറാണ് കൊടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ റെഡ് കളറോ റോസ് കളറോ നീല കളറോ ഒക്കെ കൊടുക്കാം, ഒരു കുഴപ്പമില്ല. വളരെ ക്ഷമയോടുകൂടി തന്നെ നമ്മൾ ചെയ്താലേ ഉള്ളൂ നമ്മൾ ചെയ്യുന്ന വർക്കുകളൊക്കെ നല്ല ഗ്രാൻഡ് ആയിരിക്കുകയുള്ളൂ. അപ്പം പതിയെ എടുത്ത് നിങ്ങൾ ചെയ്താൽ മതി, ധൃതി കൂടി ചെയ്യണ്ട.
ഞാൻ ആദ്യം റോസ് കളർ ഫ്ലവർ കൊടുക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ഓർത്ത് യെല്ലോ ആയിക്കോട്ടെ, ഇപ്പോൾ യെല്ലോ ആകുമ്പോൾ കുറച്ചുകൂടി എടുപ്പ് കിട്ടും. അങ്ങനെയാണ് നമ്മൾ യെല്ലോ ചെയ്തത്. നിങ്ങൾക്ക് യെല്ലോ കളറോ റോസ് കളറോ റെഡ് കളറോ വയലറ്റ് കളറോ ഒക്കെ യൂസ് ചെയ്യാം, നിങ്ങളുടെ സെലക്ഷനാണ്. ഇപ്പം നമ്മൾ ഏകദേശം വർക്ക് തീർത്തിട്ടുണ്ട്. ഇത് കാണുന്ന എല്ലാ കൂട്ടുകാരും ഒന്ന് സപ്പോർട്ട് ചെയ്ത് പോകണം കേട്ടോ. ഞാൻ വീണ്ടും വീണ്ടും പറയുകയാണ്, നിങ്ങൾ കമൻസൊക്കെ അയക്കണം. കമൻസൊക്കെ അയച്ചു കഴിഞ്ഞാൽ ഞാൻ തീർച്ചയായിട്ടും അതിൻ്റെ റിപ്ലൈ തരുന്നതായിരിക്കും. പോരായ്മയോ നല്ലതോ ചീത്തയോ എന്താണെന്ന് നിങ്ങളുടെ മനസ്സിൽ തോന്നുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കമൻറ്റായിട്ട് താഴെ രേഖപ്പെടുത്താം. തീർച്ചയായിട്ടും അതൊക്കെ പറഞ്ഞാലേ ഉള്ളൂ നമുക്ക് മനസ്സിലാവുകയുള്ളൂ നമ്മൾ ചെയ്യുന്ന വർക്ക് നല്ലതാണോ ഇല്ലയോ എന്ന്. നിങ്ങളൊരു നല്ല അഭിപ്രായം പറയുമ്പോഴേ നമുക്ക് അത് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഞാനൊരു കുഞ്ഞു മാതാവിനെ മേടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ മാതാവിനെ ഞാൻ ഇതിൻ്റെ സെൻറ്ററിലോട്ട് ആക്കിയിട്ടുണ്ട്, ഒട്ടിച്ച് വെച്ചിട്ടുണ്ട്. ഇത് കുറേ നാളായിട്ടുള്ളൊരാഗ്രഹമാണ് ഇങ്ങനെ ചെയ്യണം എന്നുള്ളത്. അപ്പം ഒരു കുഞ്ഞു മാതാവിനെ, ഇപ്പോൾ മാതാവ് ഇതുപോലെയുള്ള ചെറിയ പ്രതിമകളൊക്കെ മേടിച്ച് നിങ്ങൾക്ക് ഇതുപോലെ ഭംഗിയായിട്ട് വർക്ക് ചെയ്തെടുക്കാവുന്നതാണ്.